ആസ്ട്രേലിയയിൽ കുട്ടികൾക്ക് മൊബൈലിൻ്റെ യൂസേജ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കുള്ള എൻട്രൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് യൂസേജ് അവർ കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്തു, പ്രത്യേകിച്ച് 16 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക്. സംബന്ധിച്ച് ഇന്ത്യയിലും കൊണ്ടുവരുന്ന ആ സാധനം സത്യം പറയാലോ. കാരണം ഇപ്പോ എന്താണ്, ഇപ്പൊ ഒരു പുതിയ പാട്ടുണ്ട്, മറ്റേ പുഷ്പത്തെ മറ്റൊരു പാട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഫോൺ തുറന്നപ്പോ ചെറിയ കുട്ടികൾ ആ പാട്ട് കളിച്ച് റീലിടുന്നു. അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. അപ്പോ ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു കാര്യം വന്നു പറഞ്ഞാൽ അത്രയും നല്ലൊരു തീരുമാനമാണ് അവിടെ എടുത്തിരിക്കുന്നത്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം ബേസിക്കലി സെർച്ച് ചെയ്ത് വിചാരിച്ചു, അതായത് നമ്മളിപ്പോ ആക്ച്വലി നമ്മൾ ഡിപ്രസ്ഡ് ആണ് വിചാരിച്ചോ, ഇപ്പൊ ഡിപ്രസ്ഡ് ആയതിന്റെ എന്തെങ്കിലും റീൽ വന്ന് വിചാരിച്ചാൽ ഇനി ആ റീൽ തന്നെ വരുള്ളൂ. അതായത് നീ പോയി ചാവ് എന്ന് പറയുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് മെയിൻ സംഭവം. നമ്മളതിലൊരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ അക്കൗണ്ടിൽ തന്നെ, നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്ന നമ്മളെ അക്കൗണ്ടിൽ തന്നെ എന്ത് ചെയ്ത് ഇതേപോലെ കുറച്ച് ഡിപ്രസിംഗ് ആയിട്ടുള്ള കുറച്ച് റീൽ ലൈക്ക് പോലും ചെയ്തിട്ടില്ല. കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്കി, കുറച്ച് വാച്ച് ടൈം ലൈക്ക് പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് കുറച്ച് നേരം കണ്ടു നോക്കി. കണ്ടിട്ട് 3-4 റീൽസ് സ്ക്രോൾ ചെയ്തു. പിന്നെ മരിക്കണത് മാത്രം, മരിക്കുക, നിങ്ങൾ ഈ ജീവിതം മടുത്തില്ലേ, നിങ്ങൾക്കൊന്ന് മരിച്ചുകൂടാ, മരണം എത്ര സുന്ദരമാണ്, എത്ര മാധുര്യമുള്ളത്, അങ്ങനെ മരണത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള റീൽസും കംപ്ലീറ്റ് മരണം ഹിന്ദിയിൽ, മലയാളത്തിൽ, പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ, എല്ലാ ഭാഷയിലും മരണത്തെ. അതേപോലെ തന്നെ ഈ ചില സിനിമകളുണ്ട് ആക്സിഡൻറ്റിൻ്റെ വീഡിയോസ്. ചില സിനിമകളിൽ ഇങ്ങനെ ഐ എം ലീവിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകൾ പറഞ്ഞിട്ട് ആക്സിഡൻറ്റിൽ പെടുന്ന കുറേ സീനുകളുണ്ട്. അതായത് കരുതി കൂട്ടിയിട്ട് ആക്സിഡൻറ്റിൽ പെടുന്നത്. ആ സീനുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു പാട്ടും കുത്തി കയറ്റിയിട്ട് അത് കണ്ടൊരാൾ, ഡിപ്രസ്ഡ് ആയിട്ട് ഒരാൾ, ജീവിതത്തിൽ മുന്നിലൊന്നും ഇല്ലാത്തൊരാൾ, ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യമില്ല, ഒന്നുമില്ല, ഇനി മരണം മാത്രം അല്ല, ആ ഒരു സ്റ്റേജിൽ നിന്നിട്ടുള്ള ഒരാൾ റീൽ വായിക്കുമ്പോൾ ശരിക്കും അയാൾക്ക് എന്താ കിട്ടേണ്ടത്? മോട്ടിവേഷൻ, ജീവിക്കാനുള്ള ഇതെല്ലാം കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ റീൽസ് കൊടുക്കുന്നത് എന്താണ്? ശരിക്കും ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതം ഇങ്ങനെയാണ് എത്ര ബെറ്റർ ആയിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഒരു ഡിപ്രസ്ഡ് ആയ ആൾ ഇങ്ങനെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിന് ബേസിക്കലി നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഡിപ്രസ്ഡ് ആയ വീഡിയോസ് വീണ്ടും പിന്നെയും തരുന്നത്. അതിന് പകരം മോട്ടിവേഷനുള്ള വീഡിയോസ് എന്നാ എത്ര ബെറ്റർ ആയിരിക്കും ആ ഒരു അൽഗോരിതം. പക്ഷെ അതിന് പകരം ഡിപ്രസ്ഡ് ആയ 2 വീഡിയോ എടുത്താൽ ഇവൻ ഡിപ്രസ്ഡാ, ഇവൻ ചത്തോട്ടെ എന്ന രീതിയിൽ അതന്നെ പറഞ്ഞ ആ രീതിയിലുള്ള റീൽസ് തന്നെ വന്നുകൊണ്ടിരിക്കും. ലിമിറ്റില്ല, നിക്കണില്ല അത്. അതിൽ പറഞ്ഞതാണ്. അതായത് ഞാൻ എന്നിട്ട് ആ വീഡിയോയിൽ, അതായത് അത് എക്സ്പെരിമെന്റ് ചെയ്യേണ്ട വീഡിയോ എടുത്തതിൽ കംപ്ലീറ്റ് വീഡിയോ ഒരു 10, ഞാൻ എന്നിട്ട് കുറേ സ്വൈപ്പ് ചെയ്തു, വെറുതെ ബ്ലൈൻഡ് കുറേ സ്വൈപ്പ് ചെയ്ത് എന്നിട്ട് കുറേ അടിക്കാക്കി പിന്നെ എടുത്തു നോക്കി. പിന്നെ ഇപ്പോൾ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ സൈബർ ബുള്ളിങ്. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പെൺകുട്ടികൾ ഇതേപോലെ ഈ സംഭവം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ആൾക്കാർ സൈബർ ബുള്ളി ചെയ്യും. മിക്ക ആൾക്കാർ സൈബർ ബുള്ളി ചെയ്യും. അത് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികൾ എങ്ങനെ എടുക്കാന്ന് അറിയില്ല. കാരണം പെൺകുട്ടികൾ പറയുമ്പോൾ ചെറിയ മൈൻഡാണ്, ചെറിയ കുട്ടികളാണ്, അവരെങ്ങനെ ഇത് എടുക്കാന്ന് അറിയില്ല. പിന്നെ ഈ ഒരു റെസ്ട്രിക്ഷനെ കുറിച്ച് കൂടുതൽ ഡീപ്പായി പറയുകയാണെങ്കിൽ, അതായത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇതുപോലെ റെസ്ട്രിക്ഷൻ കൊണ്ടുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ടാണ് അതും സാധാരണ രാജ്യങ്ങളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ചെറിയ നിയമങ്ങളാണ്. അതായത് 16 വയസ്സിന് ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ നിയമങ്ങൾ. പക്ഷേ ഇതങ്ങനെയല്ല, അത് അത്ര കർശനമായിട്ടുള്ള നിയമമാണ്. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്ന വെച്ചിട്ടാണ്, അതായത് ബയോമെട്രിക്സ്, അതേപോലെ തന്നെ ഗവൺമെൻറ് IDs, ഈ 2 സംഭവങ്ങൾ യൂസ് ചെയ്ത് മാത്രമാണ് ഒരു കുട്ടിക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പേരൻസിനെ കൺസേൺ ഉണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റടുത്ത് പറഞ്ഞാൽ പേരൻസിൻ്റെ ഒരു ഓവർസൈറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ 13 വയസ്സിന് താഴെയുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റില്ല. 13 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പേരൻസിൻ്റെ ഓവർസൈറ്റോടുകൂടി യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലങ്ങനെ പറ്റില്ല. 16 വയസ്സിന് താഴെയുള്ള ഒരാൾക്കും പേരൻസിന് സമ്മതം എന്തുണ്ടെങ്കിലും കാര്യമില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ലൂപ്പ് ഹോൾ കംപ്ലീറ്റ് ഇവർ അടച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സോഷ്യൽ മീഡിയക്കും ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങളിത് കംപ്ലീറ്റ് ഇതേപോലെ ഈ ഗവൺമെൻറ് ID അതൊക്കെ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്ന രീതിയിലാക്കി എടുക്കണം എല്ലാ ഇതും ആപ്ലിക്കേഷൻസും. ഇല്ലെങ്കിൽ അവർ പറയണമെന്ന് പറഞ്ഞാൽ $33 മില്യൺ അവർ ഫൈനായിട്ട് അടക്കേണ്ടി വരും. അതായത് ഏകദേശം 273 കോടി രൂപ അവർ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് ഇതിനായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ. ഞാൻ പറയുവാണെങ്കിൽ ഈ 16 എന്നുള്ളത് കുറഞ്ഞു പോയിന്നേ ഞാൻ പറയുള്ളൂ. സത്യം പറയാം, 16 ഭയങ്കര കുറവാന്നേ ഞാൻ പറയുള്ളൂ. ഇതൊരു 18-20 അത്രയും ബെറ്റർ. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറെ കാര്യം പറയാം. ഇതൊരു കൂട്ടുകാരുണ്ട്, അവന്റെ ഫോണില്, അതായത് അത് യൂസ് ചെയ്യലൊന്നുമില്ല അധികം, മറ്റേ സെർച്ച് ബാറിന്റെ അവിടുത്തെ ഫുള്ള് തുണ്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ്. ഇത് സ്വൈപ്പ് ഇതിൽ മാറും. നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുക. നീ ഇത് ആലോചിച്ച് നോക്ക്, ആ ഫോൺ അതിന്റെ വീട്ടിൽ തന്നെ അമ്മ അച്ഛനും എടുത്ത് നോക്കി, മോന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ തുണ്ട്. അതാണ് അവസ്ഥ. അത് പറയുമ്പോൾ വേറെ സംഭവം പറഞ്ഞാൽ, ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒരു തുണ്ടിലേക്ക് ഒരു ഗേറ്റ് വേ ആയി മാറിയിട്ടുണ്ടെന്ന് എല്ലാവരും മിക്ക ആൾക്കാരും പറയുന്നത്. തുണ്ടിലേക്കുള്ള ഒരു ഗേറ്റ് വേ പോലെ.
ഫോണിലേക്കുള്ള ഗേറ്റ് വേ പോലെ. അതായത് ഇപ്പോൾ ഒരാൾ തുണ്ട് കാണണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുക, അതായത് തുണ്ട് നിർത്താം മതി വിചാരിച്ചിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 2 സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തുണ്ടല്ലേ വരുന്നത്, പക്ഷെ അതിലോട്ടുള്ള ടെംപ്റ്റേഷനുള്ള സംഭവങ്ങളാണ് വരുന്നത്. അതായത് അതിനൊരു വാക്ക് പറയും തേഴ്സ്റ്റ് ട്രാപ്സ് എന്ന സംഭവം, അതുപോലത്തെ വീഡിയോസാണ് ഇവരിങ്ങനെ നിറച്ച് തേഴ്സ്റ്റ് ട്രാപ്സാണ്. അതായത് നമ്മളിങ്ങനെ തേഴ്സ്റ്റ് ട്രാപ്സ് പറയുമ്പോൾ വാക്കിലുണ്ട്, നമുക്കിങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ട്രാപ്പിൽ പെടുത്തുന്ന സംഭവമില്ലേ. അതിൻ്റെ ഒരു പ്രശ്നം പറയുന്ന പലത് ഇൻസ്റ്റാഗ്രാമിന് ഇടുന്ന അക്കൗണ്ട്സും AI ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും ആയിരിക്കാം. ഞാൻ പറയുന്ന ഉറപ്പൊന്നുമില്ല, ആയിരിക്കാം, ചിലത് കാണുമ്പോൾ അങ്ങനെ തോന്നും. അങ്ങനത്തെ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോൺ സ്റ്റാർ വരെ ഇറങ്ങിയിട്ടുണ്ട്, മാത്സ് പഠിപ്പിക്കണ ഒരു പോൺ സ്റ്റാർ വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും വേണ്ട, അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ നോക്കിയാൽ മതി. യൂട്യൂബിൽ ഞാൻ അങ്ങനെ വെറുതെ യൂട്യൂബിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു സജസ്റ്റഡ് കൊണ്ടൊരു പെൺകുട്ടിയുടെ വീഡിയോ ഉണ്ട്, അതായത് ഒരു ടീച്ചറെ വീഡിയോ, അങ്ങനെ 16 മില്യൺ വ്യൂസ്. 16 മില്യൺ എന്തോ ഒരു ബയോളജി ചെയ്ത ക്ലാസ് എടുക്കണത്, ഇത്ര 5 മില്യൺ വീഡിയോ ഉള്ളൂ, പക്ഷെ 16 മില്യൺ. ഞാൻ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വീഡിയോയ്ക്ക് നോക്കുമ്പോൾ എന്താ ഒരു പെണ്ണ്, നല്ല ഭംഗിയുള്ള പെൺകുട്ടി, ഒരു ടീച്ചർ, കുറച്ച് അത്യാവശ്യം ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള പെൺകുട്ടി, കുറച്ച് ക്ലീവേജ് കാണിച്ചിട്ടുണ്ട്. ആ ക്ലീവേജിലാണ് എന്ത് 16 മില്യൺ. എനിക്ക് തോന്നുന്നുണ്ട് ആരിലെ ആ 16 മില്യണിൽ ഒരു 10% ആൾക്കാരെങ്കിലും ഈ ഒരു ബയോളജി ക്ലാസ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അവര് തമ്പനയിൽ കൊടുക്കുന്നത് എന്താണ്, ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരിക്കും. കാരണം അതിൽ അട്രാക്റ്റഡ് ആവുള്ളൂ. അതേ സെയിം സബ്ജക്റ്റ്, അതേ സെയിം ചാപ്റ്റർ, അതേ സെയിം മൊഡ്യൂൾ, അല്ലെങ്കിൽ അതേ സെയിം കൺസെപ്റ്റ് ഒരു സാർ എടുക്കുക, ഇത് അടിപൊളിയായി സാർ എടുക്കുക, ഒരു 10 കേറി. അതാ പറഞ്ഞേ, അതാണ് അവസ്ഥ. അതായത് അങ്ങനെ ആ രീതിയിൽ അവരെ മെറ്റീരിയലൈസ് ചെയ്യാണ്. അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ തന്നെ പരിപാടി. പക്ഷെ ഇത് അവര് ഇപ്പൊ നമ്മള് പറയുന്ന, ഇപ്പൊ നീ ഇപ്പൊ വിചാരിച്ചു, ഇപ്പൊ ഒരു പെൺകുട്ടി നമ്മളിത് കാണുക വിചാരിച്ചോ, അവരെന്ത് വിചാരിക്കും, ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞാനല്ലേ കാണിക്കുന്നത്. അതാണ് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാക്കി മാറ്റി. നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് ഒരിക്കലും മനസ്സിലാവൂല. അതിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആകെ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ അവരോട് നമുക്കൊന്നും പറയാല്ല. പെൺകുട്ടികൾ നിങ്ങൾ എന്താ ചെയ്തോ, നിങ്ങൾ കാണിക്കുക എന്താ ചെയ്തോ, നമുക്ക് ആൺകുട്ടികളോട് മാത്രമേ പറയാനുള്ളൂ. കാണാണ്ടിരിക്കുക മാക്സിമം, ഡിലീറ്റ് ചെയ്ത് പോവുക ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഡിലീറ്റ് ചെയ്യല്ല, വേറെ ഓപ്ഷൻ ഇല്ല. അത്രയും ബെറ്റർ, അത്രയും വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ഇതില്ല.